ഹലോ വെൽക്കം ബാക്ക്. വോയിസ് മീറ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വോയിസ് മീറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വോയിസ് അല്ലെങ്കിൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വോയിസ് മീറ്റർ. ഈ പേര് പല ആൾക്കാരും കേട്ടിട്ടുണ്ടാകും. പല ആൾക്കാരും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് പരാജയപ്പെട്ട ആൾക്കാർ ഉണ്ടാവും. അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. വോയിസ് മീറ്റർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതെങ്ങനെ കോൺഫിഗർ ചെയ്യാം. ഇത് വോയിസ് മീറ്ററിൻ്റെ ഒരു ഇൻഡെപ്ത് ട്യൂട്ടോറിയൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പാർട്ടായിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്. കാരണം ഇത് ഒരുപാട് ടൈം ലെങ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പാർട്ടായിട്ടായിരിക്കും ചെയ്യാം. ഈ കാണുന്നതാണ് വോയിസ് മീറ്ററിൻ്റെ വെബ്സൈറ്റ്. voicemeeter.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ്. അത് കൂടാതെ വേറൊരു വെബ്സൈറ്റും കൂടി ഉണ്ട്. അതാണ് vb-audio.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് vb-audio.com എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റ് ആണ്. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ വെബ്സൈറ്റിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതൊക്കെ വോയിസ് മീറ്റർ 3 വോയിസ് മീറ്റർ സോഫ്റ്റ്വെയർ ആണ് ഉള്ളത്. വോയിസ് മീറ്റർ ബനാന, വോയിസ് മീറ്റർ പൊട്ടറ്റോ. നിങ്ങൾക്ക് ഹാർഡ്വെയർ ഇൻപുട്ടിൻ്റെ എണ്ണം കൂടുതൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബനാനയോ പൊട്ടറ്റോയോ ഇൻസ്റ്റാൾ ചെയ്യുക. ഇല്ലാത്ത ആൾക്കാർ വോയിസ് മീറ്റർ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വോയിസ് മീറ്റർ ബനാനയാണ്. കാരണം എനിക്ക് ഹാർഡ്വെയർ ഇൻപുട്ടിൻ്റെ എണ്ണം കൂടുതൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു വോയിസ് മീറ്റർ ബനാന എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യണമെങ്കിൽ അതിനകത്ത് വോയിസ് മീറ്റർ സിപ്പ് പാക്കേജ് ഉണ്ട്. അതുകൂടാതെ exe ഫയൽ ഉണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം, വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അത് കൂടാതെ നമുക്ക് വേണ്ട വേറൊരു സോഫ്റ്റ്വെയർ ആണ് വെർച്വൽ കേബിൾ, VB കേബിൾ വെർച്വൽ ഓഡിയോ ഡിവൈസ്. വെർച്വൽ കേബിൾ ഈ ഒരു സോഫ്റ്റ്വെയറും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇത് നിങ്ങൾ ഈ വിൻഡോസ് എന്ന് പറയുന്ന ഇതിൽ വിൻഡോസിൻ്റെ ഐക്കണിൽ ഡൗൺലോഡ് ചെയ്യാം. ഈ കാണുന്ന ഇൻ്റർഫേസാണ് നമ്മുടെ വോയിസ് മീറ്ററിൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് വോയിസ് മീറ്റർ ബനാന എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ബനാനയിൽ നമുക്ക് വരുന്നത് 3 ഹാർഡ്വെയർ ഇൻപുട്ടും 2 സോഫ്റ്റ്വെയർ ഇൻപുട്ടാണ് വരുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ വെബ്സൈറ്റിൽ ഒരു കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഹാർഡ്വെയർ ഇൻപുട്ട് 1, ഹാർഡ്വെയർ ഇൻപുട്ട് 2, ഹാർഡ്വെയർ ഇൻപുട്ട് 3. അതുപോലെ തന്നെ വെർച്വൽ ഇൻപുട്ട് 2 വെർച്വൽ ഇൻപുട്ട് ഉണ്ട്. അതിൻ്റെ പേര് വോയിസ് മീറ്റർ ബയോ ആൻഡ് വോയിസ് മീറ്റർ ഓക്സ് എന്നാണ്. ഇങ്ങനെ 2 ഇൻപുട്ട് വെർച്വലായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വോയിസ് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ സൗണ്ടിൻ്റെ സെറ്റിങ്സിൽ വരാം. സൗണ്ടിൻ്റെ സെറ്റിങ്സിൽ വന്നാൽ നമുക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് 11 ആണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇൻ്റർഫേസ് ആയിട്ട് ചിലപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. വിൻഡോസ് 11 ഇൻ്റർഫേസ് ഇതാണ്. ഇതിനകത്ത് നമ്മൾ ഇത്ര നാൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സോങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന വോയിസ് എല്ലാം വന്നിരുന്നത് ഈ സ്പീക്കർ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ടെക് ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഈ ഒരു ഡ്രൈവർ വഴിയായിരിക്കും വന്നിരുന്നത്. ഈ റിയൽ ടെക് ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എൻ്റെ ക്യാബിനറ്റിൻ്റെ ഫ്രണ്ടിലത്തെ ഓക്സ് കേബിളാണ്. സ്പീക്കർ എന്ന് പറയുന്നത് എൻ്റെ ക്യാബിനറ്റിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് മദർ ബോർഡിലോട്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലുള്ള പോർട്ടിനകത്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ സ്പീക്കർ എന്ന് പറയുന്ന ഈ ഒരു പോർട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വോയിസ് മീറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വോയിസ് മീറ്ററിൻ്റെ ഇൻപുട്ട് ആക്കി ഡിഫോൾട്ട് ആക്കണം. അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മോർ സൗണ്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെനു കിട്ടും. ഈ ഒരു മെനുവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്ലേ ബാക്ക് എടുക്കുക. പ്ലേ ബാക്കിൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക, വോയിസ് മീറ്റർ ഇൻപുട്ട് എടുക്കുക. വോയിസ് മീറ്റർ ഇൻപുട്ട് എടുക്കുന്ന സമയത്ത് വോയിസ് മീറ്റർ വയോ ആണ് എടുക്കേണ്ടത്, വോയിസ് മീറ്റർ ഓക്സ് അല്ല. വോയിസ് മീറ്റർ വയോയിൽ സെലക്ട് ചെയ്യുക, സെറ്റസ് ഡിഫോൾട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ വോയിസ് മീറ്റർ ഓക്സ് സെലക്ട് ആക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ എനേബിൾ ആയത്. വോയിസ് മീറ്റർ ഇൻപുട്ട് ഇത് ഡിഫോൾട്ട് ആക്കുക, ഇവിടെ ടിക്ക് വരും. അതിനുശേഷം റെക്കോർഡിങ് നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ മാറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ മൈക്രോഫോൺ തന്നെയാണ് ഡിഫോൾട്ട് റെക്കോർഡിംഗ് ഡിവൈസായിട്ട് കൊടുത്തേക്കണത്. ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് മീറ്റർ ഓക്സ് നിങ്ങൾക്ക് റെക്കോർഡിംഗ് ഡിവൈസ് ഇതായിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്യണത് മൈക്രോഫോൺ തന്നെയാണ് എൻ്റെ ഡിഫോൾട്ട് ഇതായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്ര സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന എല്ലാ ടൈപ്പ് വോയിസിൻ്റെ ഇവിടെ ഇതിൽ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇവിടെ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം ചെയ്യുക. എല്ലായിടത്തും കൂടെ ഹാർഡ്വെയർ ഇൻപുട്ട് 1 എന്നൊക്കെ ആയിരിക്കും. നമുക്ക് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം ചെയ്യുക. റീനെയിം ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. അതുപോലെ തന്നെ അവിടെ പേര് കൊടുക്കുക. ഞാനിവിടെ എല്ലാത്തിനും പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ മൈക്കാണ്. എൻ്റെ മൈക്രോഫോൺ വരുന്നത് ഈ ഒരു ഇൻപുട്ടിൽ കൂടെയാണ് വരുന്നത്. മൈക്ക് ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങൾ ഇവിടെ പേര് കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എൻ്റെ മൈക്രോഫോൺ, ഇപ്പോൾ ഞാനിവിടെ മൈക്രോഫോൺ ചൂസ് ചെയ്തിട്ടുണ്ട്.
WDM മൈക്രോഫോൺ, USB, PNP ഓഡിയോ എന്ന് പറഞ്ഞിട്ടൊരു മൈക്രോഫോണാണ്. അത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എൻ്റെ മൈക്രോഫോൺ. ഇപ്പം ഞാൻ സംസാരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ പച്ച കളറിൽ ഇങ്ങനെ ഇത് വാല്യൂസ് കാണിക്കണത്. അപ്പോൾ ഈ മൈക്രോഫോൺ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ മൈക്രോഫോൺ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. മൈക്രോഫോൺ കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഹാർഡ്വെയർ ഇൻപുട്ട് ആണ് ഇവർ ചോദിച്ചേക്കണത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു മൈക്രോഫോണാണ് ഹാർഡ്വെയർ ഇൻപുട്ടായിട്ടുള്ളത്. കമ്പ്യൂട്ടറിലോട്ട് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഡിവൈസുകളും ഹാർഡ്വെയർ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 മൈക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ ഗിറ്റാറോ ഡയറക്റ്റ് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാൻ പറ്റും ഹാർഡ്വെയർ ഇൻപുട്ടായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡാണ് വെർച്വൽ കേബിൾസ്. വെർച്വൽ കേബിൾസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ വോയിസ്മീറ്ററിൻ്റെ ഈ സൈറ്റിൽ തന്നെ ചെല്ലാം. BB ഓഡിയോ എന്ന് പറഞ്ഞാൽ ഈ സൈറ്റിൽ ചെല്ലാം. അതിനകത്ത് വെർച്വൽ കേബിൾ എന്നുള്ളതുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വെർച്വൽ കേബിൾ ഒരു വെർച്വൽ കേബിൾ ഫ്രീ ആയിട്ട് തരും. ഒന്നിൽ കൂടുതൽ വെർച്വൽ കേബിൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു സ്ക്രോൾ ചെയ്യുക. അപ്പോൾ A&B ഉണ്ട്, C&D ഉണ്ട്. ഇത് ഒരു പാക്കാണ്. Aയും B എന്ന് പറയുന്നത് ഒരു പാക്കാണ്. കണ്ടോ, ഗെറ്റ് വെർച്വൽ കേബിൾ A+B ഇതൊരു പാക്കാണ്. നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഇത് പെയ്ഡാണ്. ഇത് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലോട്ടൊക്കെ പോകും. ഇവിടെ വരാം, നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഏറ്റവും കുറഞ്ഞത് €5 ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കൂടുതൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ €5 ആണ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ €5 കൊടുത്തിട്ട് ഇത് കാർട്ടിലോട്ട് ആഡ് ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ ഞാനിവിടെ വെർച്വൽ കേബിൾ Aയും Bയും ബൈ ചെയ്തിട്ടുണ്ട്. Aയും Bയും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഹാർഡ്വെയർ Aയും Bയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഫ്രീ ഉള്ള വെർച്വൽ കേബിൾ യൂസ് ചെയ്യുന്നില്ല. അത് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യുന്നില്ല. മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നു, ഇപ്പോൾ യൂസ് ചെയ്യാത്തതിന്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇതേപോലെ തന്നെ എൻ്റെ വെർച്വൽ കേബിൾ A ഇവിടെ കൊടുത്തു, അതൊരു വെർച്വൽ കേബിൾ B ഇവിടെ കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ വെർച്വൽ കേബിൾ ഫ്രീ ഉള്ള വെർച്വൽ കേബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ കേബിൾ വരാം. കേബിൾ ഔട്ട്പുട്ട് വെർച്വൽ കേബിൾ BB ഓഡിയോ കേബിൾ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇതും കൂടി ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് വോയിസ് ആണ് വരുന്നത്, ഇപ്പോൾ ഡിസ്കോഡ് വോയിസ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ മോസിലയിൽ നിങ്ങൾ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മോസിലയിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തു, അതിൻ്റെ വോയിസ് ആണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ റീനെയിം ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ മോസിലയിലോട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ വന്ന പോലെ തന്നെ ഇവിടെ ഈ സെറ്റിങ്സിൽ വരാം. സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് വോളിയം മിക്സർ എടുക്കുക. വോളിയം മിക്സർ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആയിരിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറും ഏതിൻ്റെ ഓഡിയോ മിക്സറിങ് യൂണിറ്റിലോട്ട് വരും. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ എൻ്റെ മോസില്ല ഇവിടെ കൊടുത്തിട്ടുണ്ട്, മോസില്ല ഫയർഫോക്സ്. ഇതിനകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോസിലയുടെ ഔട്ട്പുട്ട് ഏത് കേബിളിലോട്ടാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തേക്കണത് മോസില ഔട്ട്പുട്ട് കേബിൾ Aയിലോട്ട് കൊടുക്കാനാണ് ഞാൻ ചൂസ് ചെയ്തേക്കണത്. അപ്പോൾ ഇവിടെ വന്നിട്ട് കേബിൾ A ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന എല്ലാ കേബിളുകളും ഇവിടെ കാണിച്ചു തരും. ഞാനപ്പോൾ കേബിൾ A ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കേബിൾ A ചൂസ് ചെയ്തു. കേബിൾ A ഇൻപുട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കേബിൾ A ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇത് ഇൻപുട്ട് ഇവിടെ, ഔട്ട്പുട്ട് ഇവിടെയാണ്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി മോസിലയിൽ പ്ലേ ചെയ്യുന്ന എല്ലാ വീഡിയോയും ഔട്ട്പുട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചാനലിൽ ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എങ്ങനെ കേൾക്കാം. അതുകൂടാതെ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ ഗൂഗിൾ ക്രോമിലാണ് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നത്. ഈ ക്രോമിൻ്റെ ഇൻപുട്ടാണ് ഈ ഡെസ്ക്ടോപ്പ് ഓഡിയോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ ഞാനിവിടെ വേറെ ഒന്നും തരംതിരിച്ച് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പം ഞാനിവിടെ സെറ്റിങ്സിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്രോം ഓപ്പൺ ആയിട്ടുണ്ട്, ഗൂഗിൾ ക്രോം. ഇതിൻ്റെ ഔട്ട്പുട്ട് കിടക്കുന്നത് ഡിഫോൾട്ടാണ് കേട്ടോ. ഡിഫോൾട്ടാണ് ഔട്ട്പുട്ട് കിടക്കുന്നത്. അപ്പോൾ ഡിഫോൾട്ട് കിടക്കുന്ന എല്ലാ ഔട്ട്പുട്ടും നമുക്ക് വരുന്നത് ഇവിടെ വോയിസ് മീറ്റർ വയോ എന്ന് പറയുന്ന ഒരു ചാനലിൽ കൂടെ ആയിരിക്കും. കാരണം നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് പ്ലേ ബാക്ക് ഡിവൈസ് ആയിട്ട് വോയിസ് മീറ്റർ വയോ എന്ന് പറയുന്ന ഈ ഒരു ഡ്രൈവറിനെയാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന എല്ലാ ഇതും നമുക്ക് ഇവിടെ ഈ ഒരു ചാനലിൽ കൂടെ ആയിരിക്കും വരാം.
അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഇൻപുട്ട് ഉണ്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് കിടക്കുന്നത്. ഇപ്പോൾ മൗസിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇൻപുട്ട് ഡിഫോൾട്ടാണ് കിടക്കുന്നത്. ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ മൈക്കാണ്. നമ്മുടെ വേറെ ഇൻപുട്ട് ഡിവൈസുകളൊന്നും ഉണ്ടാവില്ല. മൈക്രോഫോൺ ആയിരിക്കും നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അത് ഡിഫോൾട്ട് തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഇവിടെയാണ് റെക്കോർഡിങ്. ഈ ഒരു മൈക്രോഫോണാണ് ഡിഫോൾട്ടായിട്ട് ചൂസ് ചെയ്യുക. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഗൂഗിൾ മീറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് ചൂസ് ചെയ്യുന്ന പിക്ക് ചെയ്യുന്ന മൈക്രോഫോൺ ഇതായിരിക്കും. കാരണം അത് നമ്മളിവിടെ റെക്കോർഡിങ്ങിൽ നമ്മളിവിടെ കൊടുത്തേക്കുന്ന ഇത് ഡിഫോൾട്ട് ആയതുകൊണ്ടാണ് കൊടുത്തേക്കുന്നത്. ഇത് നിങ്ങൾ മാറ്റിയിട്ട് നമ്മൾ ഇതിപ്പോൾ ഈ ഒരു ഇതാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ വ്യത്യാസം വരും. നമ്മുടെ മൈക്രോഫോൺ ഇതായിരിക്കും ഇതിന് പകരം ഈ ഒരു ചാനലിൽ കൂടെ വരുന്നത് അതായിരിക്കും ചൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ പ്ലേ ചെയ്യുന്നതിൻ്റെ ഓഡിയോ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് മോസിലിൽ പ്ലേ ചെയ്യുന്ന അങ്ങനെ മോസിലിൽ കറണ്ട് കൊടുത്തിട്ടുണ്ട്. മോസിലിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഈ ഒരു കേബിളിൽ കൂടെ ഇതിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്ലേ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മൈക്രോഫോൺ ഞാൻ സംസാരിക്കുന്നതുകൊണ്ടാണ് മൈക്രോഫോൺ ഇവിടെ ഈ ഒരു വാല്യൂ കാണിക്കുന്നത്. അതിലൂടെ വാല്യൂ കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് സൗണ്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സൗണ്ട് കേൾക്കാത്തതിനുള്ള കാരണം ഇവിടെ A1 എന്ന് പറയുന്നതിൻ്റെ നമുക്കിവിടെ A1, A2, A3 എന്ന് പറയുന്ന 3 ഹാർഡ്വെയർ ഔട്ട്പുട്ടും B1, B2 എന്ന് പറയുന്ന 2 സോഫ്റ്റ്വെയർ ഔട്ട്പുട്ടും തന്നിട്ടുണ്ട്. ഈ ഔട്ട്പുട്ട് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. A1 ഔട്ട്പുട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ A1 എനേബിൾ ചെയ്തിട്ടുണ്ട് ഈ മൗസിലെ ഇടയിൽ. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൻ്റെ അവിടെയാണെങ്കിൽ ഞാൻ ഒന്നും എനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഓൾറെഡി ഓഡിയോ വരുന്നുണ്ട്. മൗസിലിൽ ഞാനിപ്പോൾ വീഡിയോ ഒന്നും പ്ലേ ചെയ്യാത്തതുകൊണ്ട് ഓഡിയോ വരുന്നില്ല. പക്ഷേ ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഓഡിയോ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഓഡിയോ എൻ്റെ ഹെഡ്സെറ്റിൽ കേൾക്കുന്നില്ല, എൻ്റെ സ്പീക്കറിലും കേൾക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇതിനെ പല സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഹാർഡ്വെയർ ഔട്ട്പുട്ട് എന്നുള്ള സെക്ഷനുണ്ട്. ഇതിനകത്ത് A1 എന്ന് പറയുന്നത് ഏതാണെന്ന് പറയണം. ഇപ്പോൾ A1 എന്ന് പറയുന്നത് എൻ്റെ സ്പീക്കറാണ് എന്ന് ഞാൻ പറയണം. ഇപ്പോൾ കാരണം ഞാൻ എൻ്റെ സ്പീക്കറാണ് ഞാൻ എൻ്റെ ക്യാബിനറ്റിൻ്റെ ബാക്ക് പോർട്ടിൽ കണക്ട് ചെയ്തേക്കണ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തേക്കണ പോർട്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് സ്പീക്കറാണെന്ന് പറയാം. നിങ്ങളുടെ ഫ്രണ്ട് പോർട്ടാണെന്നുണ്ടെങ്കിൽ റിയൽടെക് ഡിജിറ്റൽ ഔട്ട്പുട്ടാണെന്ന് പറയാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഹെഡ്സെറ്റ് ബാക്കിലത്തെ പോർട്ടിൽ കണക്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഇവിടെ ഹെഡ്സെറ്റിലോട്ട് എനിക്ക് സൗണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്പീക്കറാണെന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇപ്പോഴും എൻ്റെ ഹെഡ്സെറ്റിലോട്ട് ഓഡിയോ വരുന്നില്ല. അങ്ങനെ വരാത്തതിനുള്ള കാരണം ഇവിടെ വന്നിട്ട് റൂട്ട് ചെയ്യണം. ഇവിടെ A1 ഉണ്ട്, A2 ഉണ്ട്, A3 ഉണ്ട്. അപ്പോൾ ഇവിടെ A1 എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ A1 ഈ ഒരു A1 നമുക്ക് ഓഡിയോ സെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ A1 എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മാസ്റ്റർ സെക്ഷനിൽ ഈ ഒരു ചാനലിലൊരു അനക്കമുണ്ടായി. അപ്പോൾ ഇത് ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. കണ്ടോ, ഡൗൺ ആയത്. തിരിച്ച് ഇവിടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ മിക്സിങ്ങിനാണ് യൂസ് ചെയ്യണത്. ഇതിനകത്ത് കുറേ മിക്സിങ് കിടക്കുന്നുണ്ട്. നമുക്ക് EQ ഒക്കെ ചെയ്യാം. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാം. ഇത് വോളിയം കുറക്കാം, കൂട്ടാം, ഇങ്ങനത്തെ ഉള്ള പരിപാടി. ഡബിൾ ക്ലിക്ക് ചെയ്ത് റീസെറ്റ് ആവും. അതിൽ EQ നമുക്ക് സെറ്റ് ചെയ്യാം. EQ ഒക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അത് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മോഡുകളുണ്ട്. ഈ മോഡുകൾ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ മോസിൽ ആണ് സെപ്പറേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പ് ഓഡിയോയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൈക്കിലോട്ട് വരാം. മൈക്കിലോട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം മൈക്കിലോട്ട്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ OBS എടുക്കുകയാണ്. ഇതാണ് എൻ്റെ OBS ഇപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഡെസ്ക്ടോപ്പ് ഓഡിയോ കൊടുത്തിട്ടുണ്ട്, ഡിസ്കോഡ് കൊടുത്തിട്ടുണ്ട്, മൈക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മോസിൽ കൊടുത്തിട്ടുണ്ട്, വോയിസ് മീറ്റർ മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മൈക്കൊക്കെ ഡിസേബിൾ ആണ്. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വോയിസ് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഈ മൈക്ക് വഴിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ സെറ്റിങ്സ് നോക്കാം. സെറ്റിങ്സ് എടുക്കാൻ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഓഡിയോ എടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഗ്ലോബൽ ഓഡിയോ ഡിവൈസ് എന്നുമായിട്ട് നമുക്ക് ഇത്രയും ഡിവൈസുകൾ തന്നിരിക്കുന്നത്. ഡെസ്ക്ടോപ്പ് ഓഡിയോ 2, മൈക്ക് അല്ലെങ്കിൽ ഓക്സിലറി ഓഡിയോ, മൈക്ക് ഓഡിയോ 2, മൈക്ക് ഓഡിയോ 3, മൈക്ക് ഓഡിയോ 4. ഇത്രയും ഓഡിയോ ഡിവൈസുകളാണ് നമുക്ക് തന്നേക്കുന്നത്. ഇതിൽ നമ്മൾ ഇപ്പോൾ ചെയ്തേക്കണത് ഈ കേബിൾ ഉണ്ടോ, മൈക്ക് ഓക്സിലറിയിൽ കേബിൾ A കൊടുത്തിട്ടുണ്ട്. കേബിൾ A എന്ന് പറയുന്നത് നമ്മുടെ ഇത് മോസില്ല ഫയർഫോക്സിൽ നിന്ന് വരുന്ന ഓഡിയോ ആണ് കേബിൾ Aയിൽ കൊടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കേബിൾ A ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഏത് ചാനലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക്
ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ഓഡിയോ ഇവിടെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലേതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ കേബിൾ എ എന്ന് പറയുന്നത് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മോസിലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ നിന്നുള്ള നിങ്ങൾ ഏതാണോ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് അതിൽ നിന്നുള്ള ഓഡിയോ വന്നു. ഇനി നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ഓഡിയോ തന്നെ, മെയിൻ ഓഡിയോ ഞാൻ ഇവിടെ കൊടുത്തത് ഡെസ്ക്ടോപ്പ് ഓഡിയോ, അല്ലെങ്കിൽ വോയിസ് മീറ്റർ ഇൻപുട്ട്, VB ഓഡിയോ, വോയിസ് മീറ്റർ വയോ, അതായത് നമ്മുടെ ഈ ഒരു വയോ കേബിൾ ഇതിൽ കൂടെ വരുന്ന എല്ലാ ഓഡിയോയും ഇവിടെ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ മോസില്ല കേബിൾ എയിൽ വരുന്ന ഇതിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്, ഈ ഒരു ചാനൽ. ഇപ്പം നിങ്ങൾക്ക് 2 ചാനൽ മാത്രമേ കൊടുക്കാനുണ്ടാവും. ഞാൻ ഇത്രയും ചാനൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഇവിടെ മൈക്കും മോസിലയും ഡിസ്കോഡും ഡെസ്ക്ടോപ്പും VOIC എല്ലാം സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 2 കേബിൾ മാത്രമേ 2 ചാനൽ മാത്രമേ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ 2 കേബിൾ മാത്രം കൊടുത്താൽ മതി. ഡെസ്ക്ടോപ്പ് ഓഡിയോയിൽ നിങ്ങളുടെ മെയിൻ ഈ ഒരു വോയിസ് മീറ്റർ വയോ എന്ന് പറയുന്ന ഇത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് ഓഡിയോ 2ൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ മോസിലാണെങ്കിൽ മോസിൽ ഏതാണ് സെപ്പറേറ്റ് ചെയ്തത് ആ ഒരു കേബിളും കൊടുക്കാം. ഇത് കൊടുക്കുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പാനൽ കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സ്ട്രീം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് ഓഡിയോ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിസേബിൾ ചെയ്താൽ മതി. ജസ്റ്റ് ഈ ഒരു ഡിസേബിൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് ഓഡിയോ ഒന്നും സ്ട്രീം ചെയ്യുന്ന സമയത്ത് ചാനലിൽ കൂടെ പോകില്ല. അപ്പോൾ അല്ല നിങ്ങളുടെ മോസിലയിൽ നിങ്ങൾ ഒരു വീഡിയോ പ്ലേ ചെയ്ത്, പക്ഷേ തൽക്കാലത്തേക്ക് ആ വീഡിയോ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യുന്ന സമയത്ത് പോകേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിസേബിൾ ചെയ്യാം. ഇതിൻ്റെ സൗണ്ട് കൂട്ടണമെങ്കിലും കുറക്കണമെങ്കിലും നമുക്ക് ഇവിടെ ചെയ്യാം. സ്ട്രീം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സൗണ്ട് കൂട്ടണമെങ്കിലും കുറക്കണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വോയിസ് മീറ്ററിൽ നിന്നല്ല ഞാൻ ഈ ഒരു കണക്ഷൻ എടുത്തേക്കണത്. ഇത് വോയിസ് മീറ്റർ വഴിയും എടുക്കാൻ പറ്റും. വോയിസ് മീറ്ററിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെല്ലാം ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിതിപ്പോൾ ഈ ഒരു കണക്ഷൻ എടുത്തേക്കണത് ആ രീതിയിലല്ല ഞാൻ എടുത്തേക്കണത്. ഞാൻ കേൾക്കുന്ന സൗണ്ടിനെ മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. സ്ട്രീം ചെയ്യുന്ന ഓഡിയോനെ ഞാൻ ഈ OBSയിൽ വന്നിട്ട് തന്നെ കൺട്രോൾ ചെയ്യണം. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ എൻ്റെ കണക്ഷൻ എടുത്തേക്കണത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വോയിസ് മീറ്റർ യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തേക്കണത്. ഇതൊരു ബേസിക് ലെവൽ കാര്യങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി കൂടുതൽ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് വരുന്ന വീഡിയോസ് നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതെങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. See you. Bye.